PSC പരീക്ഷാ പ്രക്രിയയിലെ ക്രമക്കേടിൽ PSCയോടും സർക്കാരിനോടും വിശദീകരണം തേടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ 3 ആഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണം. ചീഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ചീഫ് പ്ലാൻ കോർഡിനേഷൻ ഡിവിഷൻ പരീക്ഷകളിലാണ് തിരിമറിഞ്ഞത്. ന്യൂസ് മലയാളം ബിഗ് ഇംപാക്ട് അനുരു അശോകൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അനുരു, ഈ വലിയ ക്രമക്കേട് നാടിനെ അറിയിച്ചത് ന്യൂസ് മലയാളമായിരുന്നു. ഇപ്പോൾ അതിലൊരു നടപടിയിലേക്ക് നീങ്ങുന്നു. തീർച്ചയായിട്ടും സേതു, ഇന്നലെയാണ് ന്യൂസ് മലയാളം ഈ ഒരു വലിയ അട്ടിമറി വാർത്ത പുറത്തേക്ക് വിടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സർക്കാരിനോടും PSCയോടും ഇക്കാര്യത്തിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇതിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ ക്രമക്കേട് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നിയമനങ്ങളിൽ കൃത്യമായ ഒരു വിശദീകരണം 3 ആഴ്ചയ്ക്കുള്ളിൽ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച് PSC യോഗം ചേരും. ഇതിൽ എന്ത് തീരുമാനമെടുക്കണമെന്നുള്ളത് അക്കാര്യത്തിലാണ് തീരുമാനമെടുക്കേണ്ടത്. നമ്മൾ കാണേണ്ടത് കേരളത്തിൽ PSC നടത്തുന്ന ഏറ്റവും ഉയർന്ന തസ്തികകളിലാണ് ഇത്തരത്തിലൊരു പരീക്ഷാ ക്രമക്കേട് ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും കാണേണ്ടത്. ആസൂത്രണ ബോർഡിലെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് പ്ലാനിംഗ് ചീഫ്, അതുപോലെ തന്നെ പ്ലാനിംഗ് കോർഡിനേഷൻ തസ്തികകളിലാണ് ഈ ഉദ്യോഗാർത്ഥികൾ എഴുതിയ 10 ഉത്തരങ്ങൾ പരിശോധിക്കാതെ പോയത്. അതായത് 9 മുതൽ 18 വരെയുള്ള ഉത്തരങ്ങളാണ് ഓൺ സ്ക്രീൻ മാർക്കിംഗ് വഴി പരിശോധിക്കാതെ പോയത്. ഇത് എങ്ങനെയാണെന്നുള്ളത് PSCക്ക് പോലും ഇതുവരെയായിട്ടും കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വൻ ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം 2023 ജൂലൈ 13-നാണ് ഈ 2 തസ്തികകളിലേക്കും ഒരു പൊതുവായ വിവരണാത്മകമായ രീതിയിൽ PSC പരീക്ഷ നടത്തുന്നത്. ഈ ഓരോ പേപ്പറിന് 100 മാർക്ക് വീതം, അങ്ങനെ ആ ഒരു 2 പേപ്പറുകളാണ് ഉണ്ടായിരുന്നത് 200 മാർക്കിന്. സാധാരണഗതിയിൽ ഈ ഒരു പരീക്ഷ കഴിയുമ്പോൾ ഇതിനൊരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ മുൻകാലങ്ങളിലൊക്കെ തന്നെ ഈ റാങ്ക് ലിസ്റ്റ് ഉള്ളവരുടെ ഈ എഴുത്തു പരീക്ഷയ്ക്ക് എത്ര മാർക്ക്, ആ ഉദ്യോഗാർത്ഥിക്ക് അഭിമുഖത്തിൽ എത്ര മാർക്ക് എന്നിവ കൃത്യമായി കണക്കാക്കിയിട്ടായിരുന്നു PSC മുൻകാലങ്ങളിൽ ഈ പ്ലാനിംഗ് ബോർഡിലെ ചീഫ് തസ്തികകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത്. എന്നാൽ 2025 മെയ് 31-ന് PSC പുറത്തിറക്കിയ റാങ്ക് ലിസ്റ്റിൽ ഈ മാർക്കുകൾ പ്രത്യേകം ക്രമം തിരിച്ച് കൊടുക്കാതെ ഉദ്യോഗാർത്ഥികൾ, അതായത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള 1-ാം റാങ്കുകാരൻ, 2-ാം റാങ്കുകാരൻ, 3-ാം റാങ്കുകാരൻ എന്നുള്ള ലിസ്റ്റ് തിരിച്ചിട്ടുള്ള ഒരു പട്ടിക മാത്രമാണ് പുറത്തിറക്കിയത്. ഇത് പ്രകാരം ആ ലിസ്റ്റിലുണ്ടായിരുന്നത് ഇടത് സംഘടനാ അനുകൂല നേതാക്കളായിരുന്നു 1-ാം റാങ്കിലേക്ക് ഇടം പിടിച്ചത്. ഇതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സംശയമുണ്ടാക്കിയത്. PSCയുടെ നിർദ്ദേശപ്രകാരം ഈ റാങ്ക് ലിസ്റ്റ് പുറത്തു വന്ന് 15 ദിവസത്തിനുള്ളിൽ 335 രൂപ അടച്ച് ഇത് ട്രഷറികളിൽ അടച്ച് ഈ പറയുന്ന ഉത്തരക്കടലാസ് നേടാമെന്നുള്ളതാണ്. ഇത് പ്രകാരം ഉദ്യോഗാർത്ഥികളിൽ പലരും 335 രൂപ ട്രഷറികളിൽ അടച്ച് ഉത്തരക്കടലാസിന് വേണ്ടി PSCയെ സമീപിച്ചെങ്കിലും കഴിഞ്ഞ 1 വർഷത്തിലേറെയായിട്ട് ഉത്തരക്കടലാസുകൾ PSC നൽകിയില്ല എന്നുള്ളതാണ്. പരീക്ഷയുടെ ഉത്തരക്കടലാസ് നൽകാതെയുള്ള PSCയുടെ ഒളിച്ചുകളി, അതിനുശേഷം പിന്നീടുണ്ടായ നീക്കങ്ങൾ, മാത്രമല്ല ഈ നിയമനം പോലും ഈ ഒരു ശുപാർശയും പരിശോധിക്കാതെയുള്ളതായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്നത്. ഇതിലിപ്പോൾ ഈ വിശദീകരണം ചോദിക്കുമ്പോൾ PSCക്ക് പോലും അറിയാതിരിക്കുന്ന സംഭവത്തിൽ ഇത് എന്ത് വിശദീകരണം നൽകാനായിരിക്കും നീക്കം നടക്കുക? സേതു, തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു നിയമനം സംബന്ധിച്ചിട്ട് വളരെ ഗൗരവമായി കാണേണ്ടത് മാർക്ക് ലിസ്റ്റ് പോലും ഉദ്യോഗാർത്ഥികളെ അറിയിക്കാതെ ഇതിലൊരു വ്യക്തത വരുത്താതെയാണ് 2025 ജൂൺ 23-ന് ഈ ഉദ്യോഗാർത്ഥിക്ക് 1-ാം റാങ്ക് എന്ന് PSC അവകാശപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് നിയമന ശുപാർശ നടത്തുകയും ഇടത് സർക്കാർ അതിവേഗം നിയമനം നടത്തുകയും ആ 2 തസ്തികകളിലെയും നിയമനങ്ങളാണ് ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ തിങ്കളാഴ്ച ചേരുന്ന PSC യോഗം അടിയന്തരമായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുക. ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പലപ്പോഴും ഇത്തരം ക്രമക്കേടിൽ PSC പലപ്പോഴും ഇടത് സംഘടനാ നേതാക്കളാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവനക്കാരാണ് ഈ ഉദ്യോഗസ്ഥരുടെ വകുപ്പുകളിലൊക്കെ ഇരിക്കുന്നത്. അവർ സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന നിലപാടായിരുന്നു പലപ്പോഴും ഈ 10 വർഷക്കാലവും PSCയുടെ ഭാഗത്തുനിന്നുണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ PSC ബുള്ളറ്റിനിൽ പോലും തിലങ്കേരിയുടെ ഫോട്ടോ മാറ്റി അടിച്ചതുമായി ബന്ധപ്പെട്ട് ആ ഉദ്യോഗസ്ഥരെ പോലും സംരക്ഷിക്കുന്ന നിലപാടാണ് PSC ഇപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു വലിയ ഗുരുതരമായ ക്രമക്കേട് വീഴ്ച സംഭവിച്ച ഉദ്യോഗസ്ഥരെ PSC എങ്ങനെ സംരക്ഷിക്കുമെന്നാണ് കാണേണ്ടത്. ഈ പറയുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ എന്ത് വിശദീകരണമാണ് PSC നൽകാൻ പോകുന്നതെന്നും കൂടി കാണേണ്ടതുണ്ട്. കാരണം ഈ 10 മാർക്കുകളിൽ ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഓരോ
ഉത്തരത്തിനും വലിയ വിലയാണുള്ളത്. 3 മാർക്കിനുണ്ട്, 5 മാർക്കിനുള്ള ഉത്തരങ്ങളുണ്ടായിരുന്നു, 2 മാർക്കിനുള്ള ഉത്തരങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും ഈ മാർക്കുകൾ കൂട്ടി വന്നു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ഈ 5ാം റാങ്കിലുള്ള ആൾ 1ാം റാങ്കിലേക്ക് എത്തുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച ഉദ്യോഗാർത്ഥി എന്ന് പറയുന്നത് 5ാം റാങ്കിലുള്ള ഉദ്യോഗാർത്ഥിയാണ്. കേവലം ഒരു ഒഴിവ് മാത്രമാണ് ഇതിലുള്ളത്. ശരി അനുരു. പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷാ മൂല്യനിർണ്ണയത്തിലെ വൻ ക്രമക്കേടാണ് നമ്മളിപ്പോൾ ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ അഡീഷണൽ സെക്രട്ടറിക്ക് തുല്യമായ ചീഫ് ഇൻഡസ്ട്രിയൽ അല്ലേ, അവിടുത്തെ പരീക്ഷയിലാണ് ഈ വലിയ ക്രമക്കേട് നടന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ PSCക്ക് പോലും അറിയില്ല ഇത് എന്താ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം. അത്രയേറെയാണ് അവിടെ നടക്കുന്ന ഓരോരോ ക്രമക്കേടുകൾ. ഇതിലിപ്പോൾ ഒരു വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഈ വാർത്ത ആദ്യം പ്രേക്ഷകരെ അറിയിച്ചത്, നാടിനെ അറിയിച്ചത് ന്യൂസ് മലയാളമാണ്. അതിലാണ് ഇപ്പോൾ ഒരു നടപടി വന്നിരിക്കുന്നത്. ഈ നടപടിയുടെ ഭാഗമായി PSCയോടും സർക്കാരിനോടുമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിശദീകരണം ചോദിച്ചത്. എന്താണ് ഈ വിഷയത്തിൽ PSC പറയുന്നത് അറിയാനാണ് ആകാംക്ഷ. അവിടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ PSCക്ക് പോലും അറിയില്ല എന്ന് നാട്ടുകാർ അറിയുമ്പോഴത്തേനും ഇതിൽ എന്ത് പറഞ്ഞ് തടിയൂരാനാവും PSC ശ്രമിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം.